ഹലോ മാഡം. ആ, ഞാൻ കലാവതിയാ. മനസ്സിലായി. സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറിന്റെ നമ്പർ ആണെങ്കിൽ സ്വിച്ച് ഓഫാ. എനിക്കൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഇനി എന്ത് പറയാനാ മാഡം? കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നാട്ടുകാർ മുഴുവൻ സത്യം അറിഞ്ഞു. എനിക്കാണെങ്കിൽ മുകളിൽ നിന്നുള്ള വിളി കാരണം ഇരിക്കപ്പുറതിയില്ല. ഒന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴുണ്ടായ ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. സാർ ധൈര്യമായിട്ടിരിക്കേ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല മാഡം. വിഷം കലർത്തിയ ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവരെ അന്വേഷിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അവരെ കയ്യിൽ കിട്ടിയാൽ അവർ സത്യം പറയും. അതോടെ കേസിൽ മാഡം പ്രതിയാകും. സാർ ഇങ്ങനെ പേടിക്കല്ലേ. അവരൊന്നും പറയാൻ പോകുന്നത് എന്റെ പേരായിരിക്കില്ല. പിന്നെ അവര് അമൃതയുടെ പേര് പറഞ്ഞാലോ? അവരത് പറയില്ലല്ലോ. അല്ലെങ്കിലും അമൃത എന്തിനാ അത് ചെയ്യുന്നത്? അമൃതയുടെ പേര് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കുമോ? വിശ്വസിക്കും. പഞ്ചരത്നത്തിന്റെ പേരില് അമൃതയും ദിവ്യപ്രഭയും തമ്മിലൊരു കേസുണ്ട്. ആ കേസ് ജയിക്കാൻ വേണ്ടി ദിവ്യപ്രഭയെ കൊടുക്കാൻ അമൃത ചെയ്തതാണെന്ന് പറയും. സാർ ധൈര്യമായിട്ടിരിക്കേ. ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോഴേക്കും അങ്ങ് പേടിച്ചാലോ? എനിക്കിതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാതെയായി. വേണ്ടി വന്ന ഒരു പടി കൂടി കടന്ന് വേറൊരു പരിപാടിയുണ്ട്. അമൃതയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നൊരു സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയാ ബാക്കി സാറിന് ചെയ്യാലോ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ കിട്ടും? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? മാനസിക രോഗിയായ ഹോട്ടൽ ഉടമസ്ഥ തന്റെ ശത്രുവായ ദിവ്യപ്രഭയെ കൊടുക്കാൻ സ്വന്തം ഹോട്ടലിലെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. നല്ല ട്വിസ്റ്റ് അല്ലേ? ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. ഇന്നത്തെ കഥയൊക്കെ നാളെ കൊണ്ട് മാറി മറിയും. അതുവരെ സാറൊന്ന് ക്ഷമിക്ക്. ശരി മാഡം. എന്തു പറഞ്ഞു സാർ? തലയൂരാനുള്ള ഒരു വഴിയാ കലാവതി പറഞ്ഞത്. കേട്ടപ്പോ കൊള്ളാമെന്ന് എനിക്കും തോന്നി. എന്താ സംഭവം? അവർക്ക് പരിചയമുള്ള ഏതോ സൈക്കാട്രിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അമൃതയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് ശരിയാക്കാമെന്ന്. സാറേ, എനിക്ക് ആകെപ്പാടെ ഒരു പേടി. സംഗതികൾ ഇത്രയും വഷളായ സ്ഥിതിക്ക് നമ്മൾ ഇനിയും ഇതിലിടപെടണോ? വേറെന്ത് ചെയ്യും? ഒരു കാര്യം മാത്രം ആശ്വാസം. കലാവതിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നല്ല പിടിയുണ്ട്. അതുകൊണ്ട് നമ്മളെ അവർ നോക്കിക്കൊള്ളും. ദൈവമേ, SP. മാഡം, എന്താടോ താൻ പോലീസ് പണിയൊക്കെ നിർത്തി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയോ? നാട് മുഴുവൻ ഫേമസ് ആയല്ലോ. അത് പിന്നെ മാഡം, ഇത്രയും കാലമായിട്ട് TV-ക്കാര് എന്റെ പേരിങ്ങനെ പറഞ്ഞിട്ടില്ല. ഒറ്റ ദിവസം കൊണ്ട് താൻ സൂപ്പർ സ്റ്റാർ ആയി. അവർ പറയുന്നതൊക്കെ നുണയാണ് മാഡം. അപ്പൊ അവര് കാണിച്ചതോ? ആ CCTV വിഷ്വൽസ് പഞ്ചരത്നത്തിലെ അല്ലേ? അത് പോലീസിന്റെ കയ്യിൽ കിട്ടാതെ പത്രക്കാരുടെ കയ്യിൽ കിട്ടി അല്ലേ? അതെങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ല മാഡം. എന്തിനാണോ ഈ കുപ്പായിട്ടോണ്ട് നടക്കുന്നത്? പോലീസിനെ പറയിപ്പിക്കാനായിട്ട്. 5 സ്ത്രീകൾ നടത്തുന്ന ഒരു ഹോട്ടൽ. നാട്ടുകാർക്ക് അവരെ പറ്റി ഇന്നലെ വരെ നല്ല അഭിപ്രായമായിരുന്നു. ആ സ്ഥാപനം താനും തന്റെ ആൾക്കാരും ചേർന്ന് പൂട്ടിച്ചത്. ലൈസൻസ് ഹോൾഡറെ പിടിച്ച് അകത്തിടുകയും ചെയ്തു. തീർന്നോ തന്റെ സൂക്കേട്? മാഡം, ഫുഡ് പോയിസൺ ഉണ്ടായിരുന്നത് സത്യമാണ്. 12 പേർ ഹോസ്പിറ്റലിലുണ്ട്. അതുകൊണ്ട് ഫുഡ് പോയിസണിംഗ് ഉണ്ടായെങ്കിൽ അതിന്റെ ശരിയായ പ്രതിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് പോലീസ്. അല്ലാതെ കൈ കിട്ടുന്നവരെ പിടിച്ച് ലോക്കപ്പിലിടാനല്ല. ഇന്നലെ രാത്രി ഇവിടെ വന്ന ഫോറസ്റ്റ് ഓഫീസർ മാളവികയോട് താൻ അപമര്യാദയായി പെരുമാറിയോ? അയ്യോ ഇല്ല മാഡം. അവര് രാത്രി സ്റ്റേഷനിൽ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. താൻ രാത്രി മദ്യപിച്ച് സ്റ്റേഷനിൽ വന്നോ? ഏയ് ഇല്ല മാഡം. മദ്യപിച്ചു മാഡം. ഇന്നലെ രാത്രി പുറത്തുപോയി വരുമ്പോ ഇയാള് മൂക്കറ്റം കുടിച്ചിരുന്നു. അനാവശ്യം പറയരുത്. ഇന്നലെ രാത്രി മുതൽ നിങ്ങളൊരു ശല്യമായിട്ട് കൂടിയിരിക്കുകയാണ്. ഇത് ഫോറസ്റ്റ് ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. അരവിന്ദോ, ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു.
പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ തന്റെ തറവാട്ട് വകയല്ല. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന സ്ഥാപനം. ഇവിടെ ആളുകൾ വരും, സംസാരിക്കും, ആവശ്യങ്ങൾ പറയും. അത് കേൾക്കാനും നടത്തിക്കൊടുക്കാനുമാ തനിക്കൊക്കെ ഈ ഉടുപ്പും തന്ന് ശമ്പളവും തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ?